ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നമ്മുടെ പാർട്ട്ണറായ സലേഷും പിന്നെ വേറൊരു ചേട്ടൻ മാത്തുക്കുട്ടി എന്ന ചേട്ടനുണ്ട്. ഞങ്ങൾ 3 പേരുടെ ഒരു കുഴിയൊക്കെ പിടിച്ചിട്ടുണ്ട്. മീൻകുളം, അതായത് പുതിയ സംരംഭം തുടങ്ങുവാണ്. നമ്മുടെ പുറകെ കാണുന്ന ഈ കുളമാണ്, വലിയ കുഴിയാണ് കേട്ടോ. ഒരു 2 ഏക്കർ വരുന്നൊരു കുഴിയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തി അതിന് വിളവെടുക്കുന്ന പരിപാടി ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ കൊണ്ടേ മാത്രമേ ഉള്ളൂ ഈ പരിപാടി മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിനു മുമ്പായിട്ട് ഇവിടെ ഈ കുഴിക്കകത്ത് മീൻ വളർത്തി വീഴിച്ചിട്ടുള്ളതാണ്. അപ്പം അവരുടെ എക്സ്പീരിയൻസ് പ്രകാരം ഞങ്ങൾ ഈ കുഴി ലീസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 10-35 കുഞ്ഞുങ്ങളോളം വീഴുന്നൊരു കുഴിയാണ്. നമ്മൾ വാളയാണെങ്കിലും പിരാന പോലുള്ള മത്സ്യങ്ങളാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വളരുന്നൊരു കുഴിയാണിത്. അപ്പം അതിൻ്റെ പാത്രങ്ങൾ കണ്ടോ, നേരത്തെ കുഴി പിടിച്ച പോലുള്ള പാത്രമാണിത്. ഇതിനകത്തേക്കാണ് നമ്മൾ മീനിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഭാഗം കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ കുഴിയുടെ തന്നെ ഒരു ശാഖയായത്. നമ്മൾ ഈ ഭാഗത്ത് കണ്ട് നേഴ്സറി ഉണ്ടാക്കാൻ മുൻവന്നാണ്. അപ്പോൾ ഇവിടെ നേഴ്സറി കെട്ടിക്കൊണ്ട് ഇതിനകത്ത് നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ ഇടാനുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പം തുടക്കം മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ഞങ്ങളെ ഒരു ചെറിയ സഹായം നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ രാജേഷ് ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയ സംഭാവന ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, മീൻ ഇട്ടോന്ന് ചോദിച്ചു. ഇട്ടിട്ടില്ലായിരുന്നു. കാരണം മീൻ കിട്ടാണ്ട് വൈകിപ്പോയി. സീസൺ അനുസരിച്ച് മീൻ വില കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം മീൻ പറഞ്ഞ് 2.5-3 രൂപയ്ക്കാണ് പറയുന്നത്, വാളക്കുഞ്ഞിന് പറയുന്നത്. അപ്പം 25,000-30,000 കുഞ്ഞുങ്ങളൊക്കെ നോർത്ത് നോക്കി കണക്ക് കൂട്ടിയാൽ എത്ര രൂപയെന്ന് അറിയാമല്ലോ. അത്രയൊക്കെ നമുക്ക് താങ്ങുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്തായാലും ഞങ്ങളിന്ന് നേഴ്സറി ആയിട്ട് പണി തുടങ്ങാൻ പോവാണ്. അപ്പം കുത്തുവര കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് മാറി ഒരു കുത്തുവര വെക്കാൻ വേണ്ടി പോവാണ്. വെച്ചിട്ട് ഇവിടെ പണിയെടുക്കുമ്പോഴത്തേക്കും വില മീനുണ്ടാക്കി കയറട്ടെന്ന് വെച്ച് വെക്കുകയാണ്. ചിലപ്പോൾ വരാനുള്ള ചേരുന്ന കണ്ടേക്കുമായിരിക്കും. അപ്പോൾ സലേഷൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാ അതുകൂടി അപ്പൊ നമ്മള് തുടങ്ങാൻ പോവുക, അംഗം തുടങ്ങാൻ പോവുക. ഈ സംരംഭം നമ്മൾ തുടങ്ങുകയാണ്. വല കുത്തി തന്നെ തുടങ്ങിയിരിക്കുക. വേറെ കാര്യമുണ്ട്, നമ്മുടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞേക്കും. അതല്ല, മീൻ വളർത്താൻ ആവശ്യമായെല്ലാം ഉണ്ടോ ഇതിൽ? മീൻ വളർത്താനായിട്ട് ഉണ്ട്. എന്നാ കാലി പോക്കറ്റുമായിട്ട് നമ്മൾ ഇറങ്ങുക. വലയൊക്കെ സ്പോൺസറിങ് കേട്ടോ. സ്പോൺസറിങ് അല്ല, അത് പഴയ ആൾക്കാർ വളർത്തിയവരുടെ വലയൊക്കെയാണത്. അപ്പം നമ്മുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ 3ാമത് ഒരാളുണ്ട്. പുള്ളിയാണ് ഈ കുഴിയുടെ വാടകയും കാര്യങ്ങളെല്ലാം കൊടുത്തത്. അപ്പം അവരുടെ നിന്ന് വലയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ വലയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ സുഹൃത്തിന്റെ വലയാണ്. അതെ അതെ, അങ്ങോട്ട് അപ്പറയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വൃത്തിയാക്കി മുള്ളനൊക്കെ വാരി കയറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഇവിടെ, ഫൈസിലൊക്കെ അല്ലേ. പുള്ളി പറഞ്ഞ് മുള്ളനൊക്കെ ഉണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ വളരത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മുള്ളനെല്ലാം വാരി തെളിച്ചിട്ട് വേണം ഈ വലയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? അതെ, കുഴിയൊക്കെ വലിയ കുഴിയാണ്, 16 കുഴിയാണ്. വല വെച്ച് കുത്തുവല വെച്ച് നമ്മൾ നേഴ്സറി പണിയാൻ പോവുക. അതല്ല അങ്ങനെയല്ല പറയണ്ടേ. അപ്പോൾ നമ്മുടെ കുഴിയിൽ വല വെച്ചിട്ടുണ്ട്. അതിനകത്ത് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയറാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു കുത്തുവല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേഴ്സറി പണിയാണ് അവിടെ പണിയുന്നത്. അപ്പം നേഴ്സറി പണിയുമ്പോഴത്തേക്കും വലയെ കിട്ടുമ്പോൾ മീൻ ഉണ്ടെന്ന് അനങ്ങി ഇവിടെ നിന്ന് കയറാൻ വേണ്ടി വേണ്ടി കേട്ടോ, ഒന്ന് പുറത്ത് പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നേഴ്സറിക്ക് അവിടെ തെളിക്കുമ്പോഴത്തേക്കും അത് വരാതെ ചെറിയ കണ്ടെങ്കിൽ വലയിൽ കയറാൻ വേണ്ടി തട വെച്ചെന്നുള്ളൂ. ബാക്കി പണിയൊക്കെ നമ്മൾ നേഴ്സറിയില്ല കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലത്ത് തെളിക്കാൻ പോവുക. ഇനി അവിടെ കയറും, അതാണ് നമ്മുടെ വിശ്വാസം. അതല്ലേ എല്ലാം. അതെ,
ഈ പോളം മൊത്തം നമ്മൾ വാരി തെളിക്കണം. ആണോ? ആ വെട്ടിനായി ഇതിന്റെ ഇറമ്പെല്ലാം ഇവിടെ ഇറമ്പൊക്കെ ആ വെട്ടിനായി ഞങ്ങൾ ഇറങ്ങും കേട്ടോ. നല്ല വില ചെയ്തല്ലേ? നോക്കണം തുളയുണ്ടോന്ന്. അപ്പം നമ്മുടെ കൂട്ടുകാരെ നമ്മള് തെളിച്ച് കേട്ടോ, അത് നല്ല പുഴയാട്ടോ. തെളിച്ച് അതായത് ഒരു 2 മണിയായി കേട്ടോ. വിശന്ന് പൂർവ്വം തിരിക്കുകയാണ് കേട്ടോ. ഈ പോളം കണ്ടോ, ഇതെല്ലാം വാരി തെളിച്ച് കേട്ടോ. ഇവിടെ ഈ പരുവാക്കി കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മളേക്ക് കാണുന്നത് ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ഈ വല നമ്മൾ നേഴ്സറിക്ക് ഉപയോഗിക്കുക കേട്ടോ. മീൻ കുഞ്ഞിടാൻ വേണ്ടി ഇവിടെ അങ്ങ് തിരിക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്ത് മീനിടാൻ വേണ്ടി ചെയ്യാണ്. എന്നിട്ട് സംഭവം മീനുണ്ട് കേട്ടോ, വലിയ മീനൊക്കെ കേട്ടോ. വരാരൊക്കെയാന്ന് തോന്നുന്നു കൊണ്ട് വരാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. വിശന്നതാണ് ഈ ഇത് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ കുഴഞ്ഞു പോയി, കുടിക്കാൻ വെള്ളം പോലും കൊണ്ടുവന്നിട്ടില്ല. കാരണം കൊണ്ട് തീർന്നു പോയി. കാരണം ദാഹിച്ചു കേട്ടോ. അപ്പോൾ ഈ വല കിട്ടിയിട്ട് നമ്മൾ നേഴ്സറി നമ്മൾ അങ്ങോട്ട് അടിച്ചനക്കിയിട്ട് വലിയ മീൻ കിട്ടുക നമ്മുടെ വരയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരിക്കും. 2 കിട്ടിയാൽ നമുക്ക് കറിക്കാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വലയിൽ കിട്ടിയിട്ട് കണ്ടോ, വെള്ളം കണ്ടോ, അവസ്ഥ ഉണ്ടോ, വെള്ളം കറങ്ങിയാണ്ടോ. അപ്പോൾ നമ്മൾ ഈ വല ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും തെളിയും. അപ്പോൾ ഈ ആഴ്ചയിലാണ് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇന്നപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് സ്നേഹമാണ്, അതായത് പ്രാർത്ഥനയാണ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ ഇതൊക്കെ കാണിക്കാം കേട്ടോ. കാരണം ഈ വീഡിയോ എടുക്കുന്ന ആൾ വരെ ഇവിടുത്തെ ഇറങ്ങും. അതുകൊണ്ടാണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഈ ഫോടേൻ്റെ വരെ ഉണ്ടോ, മൊത്തം വാരി സെറ്റപ്പ് ആക്കിയുണ്ടോ. അവിടെ ഒരു മീൻ ചാടിയപ്പം സൗണ്ട് കേട്ടോ. മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചെറിയ കൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം അല്ലേ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഭയങ്കര മരത്തിലാണോ. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി തകർത്തോണ്ടിരിക്കുകയാണ്. വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ മീൻ എടുക്കണ്ടേ, മൊത്തം മീൻ ചേർക്കൊക്കെയാണ്. എടാ ഉള്ള നോക്കുന്നുണ്ടോ? ആ തേങ്ങ തേങ്ങണ എൻ്റെ തേങ്ങയാണ് കേൾപ്പിക്കുന്നത്. ആ അള്ള തീർന്നത് കണ്ടോ, ആ അള്ള ഇടിഞ്ഞു പോയത് അള്ള വീഴുക. ഈ ലെവലിൽ അങ്ങോട്ട് അള്ള കിടക്കുക. മതി
കരിമീൻ മാള മാത്രം മതി അല്ലേ? വല്ലാത്ത കേറപ്പോലെ അതിനെ ഉണ്ടെ പറയണം കേട്ടോ. ഒടിച്ച് നോക്കണം കേട്ടോ. തല കാണാൻ നോക്കണം. കാരണം എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ പുതാപ്പ് കൂടുതലല്ലേ. ഞാൻ നോക്കണ തീർത്ത് ഓടിച്ചു മൊത്തം വെള്ളം ഇറക്കാം അങ്ങോട്ട്. രണ്ടു കിലോ കരിമീൻ വീട്ടിൽ കൊണ്ടോ. ഇതെന്നാ സാധനം പഴമില്ല വലിക്കാൻ. വലിച്ചു പോരാ. ഇങ്ങോട്ട് കടിച്ചാ ഞങ്ങളല്ലേ ഇവിടെ ആക്കിയില്ല. ഞങ്ങോട്ട് കടിച്ചിട്ട് ആദ്യം ആ പുല്ലിനെ മേൽ കൂടെ വെച്ചിട്ട് ആ പുല്ലിനെ മേൽ കൂടെ കയറ്റി പൊക്കി വെച്ചു. ആ ഇനി ഇവിടെ നോക്കിക്കും പതുക്കെ പതുക്കെ പത്ത് കളിക്കും. കണക്കുണ്ട് കേട്ടോ. വള്ളത്തിയുണ്ട് കണ്ടോ. വള്ളത്തിയുടെ ബഹളോ കുറഞ്ഞിട്ട് നിങ്ങളുടെ കൈ പിടി കൈ ചൂട്ടി പളത്തി കിടക്കുന്നു. ആ അത് കാലമോ കിടക്കണം അറിയിച്ച് കാണോ. മുപ്പത് കഴിയുന്നുണ്ടോ? 30 വേണം നല്ല ചെയ്യാത്ത തൂക്കാനടിയാണ്ടേ. വള്ളത്തിൽ ഇഷ്ടപ്പെടും. അതിന്റെ കാലൊക്കെ കേട്ടോ. തോണിച്ചാണ് കരിമീനുണ്ട്. കരിമീൻ ചാകര മീൻ ചാകര ചാകര പറയാതെ അപ്പതേ ചങ്കട പറഞ്ഞില്ല ഞങ്ങള് നേഴ്സിനുണ്ടാക്കാൻ വരച്ചെന്നുള്ളു. ഇത്ര വെള്ളമുണ്ട്. മീൻ ഇഷ്ടംപോലെ കിട്ടത്തില്ല, കാരണം വെള്ളക്കൂടുതലാണ്, ഒന്നും നടക്കത്തില്ല. അപ്പം കിട്ടിയ മീൻ ഒരു വരാലും കരിമീനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മീൻപിടുത്തമായിട്ട് കൂട്ടരുത്, ഞങ്ങളുടെ ഒരു പ്രയത്നം. അതായത് നമ്മുടെ മീൻകുളത്തിൻ്റെ പണിക്ക് വേണ്ടതാണ്. അപ്പം വല വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ മീൻകുളം നിങ്ങളെ പരിചയപ്പെടുത്താനും ഈ ചെറിയൊരു പരിപാടി കാണിക്കാനും വേണ്ടി കേട്ടോ. വള്ളത്തിയുണ്ട് ഇഷ്ടംപോലെ. കണ്ടോ മുട്ട പളത്തിയുണ്ടോ? മഞ്ഞപ്പള്ളത്തിയുണ്ടോ? നമ്മുടെ സാറപ്പഴി ചെയ്യും കേട്ടോ. മഞ്ഞപ്പള്ളത്തിയാണ് കേട്ടോ. കണ്ടോ മുട്ട പള്ളത്തിയുണ്ടോ? ഇതൊക്കെ ആയിട്ട് കേട്ടോ. ഇതൊക്കെ ഉള്ളു.
കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടും. അതെ, ഈ സൈസ് ഇഷ്ടം പോലെ കേട്ടോ. ഇത് വളർത്തിയൊന്നുമല്ല കേട്ടോ, പുറത്തുനിന്ന് കയറിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കഴിക്കാം കേട്ടോ. മീൻപിടുത്തമല്ല കേട്ടോ, മെയിനായിട്ട് ഞങ്ങളൊന്ന് കാണിച്ചു തന്നെ കേട്ടോ. വരാനുണ്ടോ? പ്രത്യേകം കൊളുത്തി കേട്ടോ. പള്ളത്തിൽ നേരത്തെ ഞാൻ കണ്ടോ കിടക്കുന്നു അതിനകത്ത് ഇവിടെ പിടി നാടൻ വരാനുണ്ടോ? എന്നാ നാടൻ വരാല്ലേ കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് അതിന്റെ കാരണം കാണിച്ചു. നാടൻ വരാന്ന് പറയുന്നത് അതിന്റെ കളറ്, കാര്യങ്ങള്, അതിന്റെ സ്ട്രക്ചർ അറിയത്തില്ല പറയാനായിട്ട്. കണ്ടോ, അതാണ് നമുക്കറിയാം അല്ലേ. ഇതാണ് ഞാനിങ്ങെടുത്ത് പക്കാണ് പറയാട്ടോ. അതെടുത്തു, ബാക്കി ഞാനിങ്ങെടുത്തു. അതല്ലേ മച്ചന്മാരെ, നമ്മൾ വല വെച്ചത് ഞാൻ മീൻ പിടിക്കാനല്ല വെച്ചത്, തടഞ്ഞു വെക്കുക. കാരണം മീൻ ഈ കുഴിക്കാത്ത മീനുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയാണോ. നമ്മൾ മെയിനായിട്ട് അവിടെ ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സിന് ഒരുക്കാന്നുള്ളതാണ്. അപ്പോൾ ഒരുക്കിയ വഴിക്ക് ഒരു വല ചെന്നുള്ളൂ കേട്ടോ. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വെള്ളം ഇത്ര വെള്ളമുണ്ട് കേട്ടോ, നമുക്ക് രക്ഷയില്ല. മൊത്തം ആളിലേക്കാണ്. അപ്പോൾ ഇത്ര മീൻ കിട്ടും കേട്ടോ. കരിയും വരെ കേട്ടോ, നല്ല നാടൻ മീൻ കേട്ടോ. വേണ്ട പള്ളത്തേക്ക് കേട്ടോ, പള്ളത്തിൽ ഇഷ്ടം പോലെ കേട്ടോ. ഇത് വരാറുണ്ട് നാടൻ പല, ആ ചേട്ടൻ എടുത്തിട്ടുണ്ടേ. അത് തരത്തിൽ നോക്കിയാൽ കേട്ടോ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, വേറെ ഇനി വീഡിയോ വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ മീൻ വളത്തിൻ്റെ കാര്യങ്ങൾ, മീൻ എടുക്കാൻ പോകുന്നത്, മീൻ ഇടാൻ പോകുന്നത് എല്ലാം വരാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിൽ നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഞങ്ങൾ വിളിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോ വരാം കേട്ടോ. ഓക്കെ, പിന്നെ അത് മൊത്തം പോയി വെള്ളം കണ്ടോ. അപ്പം ദേ നമ്മുടെ നേഴ്സറി കേട്ടോ, ഇതാണ് കേട്ടോ വല ഇട്ടിരിക്കുക കേട്ടോ. ഇപ്പം ഈ കുഴിയല്ല, അതിന് അപ്പുറത്തെ കുഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഴി എന്ന് പറഞ്ഞാൽ ഈ കുഴിയും ആ കുഴിയും ഒന്നും തന്നെ കേട്ടോ. ഈ തോട് ഞാൻ അങ്ങോട്ട് ഗ്യാപ്പുണ്ട്, ഇറങ്ങിപ്പോകും കേട്ടോ. തൂമ്പൊന്നല്ല, ഒരു വലിയൊരു തോട് തന്നെ അങ്ങോട്ടുണ്ടോ. അപ്പോൾ ഇവിടെ വല ഇട്ടിരിക്കുകയാണ്. നമ്മുടെ അകത്ത് മീനിടാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ പൂളെല്ലാം വായ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം പോരുന്നുണ്ടെങ്കിൽ പല ഒരെണ്ണമുണ്ട്, അതപ്പുറം ഇട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആ പന കണ്ടോ, അവിടെ പല തെളിച്ചിട്ടുണ്ട്. അപ്പം ഇത് പോരുന്നുണ്ടെങ്കിൽ ഒന്നും തെളിക്കും. കാരണം 10-25,000 കുഞ്ഞുങ്ങളിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നില്ലാണെങ്കിൽ ഒന്നും ഇടും കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ മീനിടാൻ നോക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് എല്ലാം നമ്മുടെ ഭാഗ്യമാണ് ഇരിക്കും കേട്ടോ, അല്ലേ. അപ്പോൾ എന്തായാലും നല്ല ക്ഷണം ഓക്കെ അല്ലേ. വെള്ളത്തിൽ കണ്ടോ, തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് വിശന്ന് നിൽക്കുകയാണ്. അപ്പം വല ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് മീൻ എടുക്കാൻ പോകുന്ന ഭാഗങ്ങളെ, മീൻ ഇടുന്ന ഭാഗങ്ങളെ, മീനിൻ്റെ തീറ്റ കൊടുക്കുന്ന ഭാഗങ്ങളെ അല്ലേ, അങ്ങനെയൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോകും. ഓരോ സ്റ്റേജും കാണിക്കും കേട്ടോ. അതാണ് കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലണ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം കേട്ടോ. ഇത് വലിയൊരു പ്രയത്നം കേട്ടോ. കാരണം 50,000 രൂപ കൊടുത്താണ് ഈ കുഴി പിടിക്കുന്നത് കേട്ടോ. നിസ്സാര ഈ കുഴിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മീൻ കേട്ടോ. ഇതൊരു ഇടവഴിയാണ്, അതിൻ്റെ അപ്പുറത്താണ് 1 ഏക്കറോളം കുഴി കേട്ടോ പിടിച്ചിരിക്കുന്നത്. അപ്പം ഒരു വർഷത്തേക്ക് 2 കുഴി രണ്ട് മീൻ എന്താ പറഞ്ഞേ 2 പണി ചെയ്യാൻ 2 ലക്ഷം എടുക്കാം കേട്ടോ. അത് തന്നെ. അപ്പം 50,000 രൂപ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് മീൻ പിടിക്കാനുള്ളത്, മീൻ എടുക്കാനുള്ളത് ഒരു കുഞ്ഞിന് 2.5 രൂപ വെച്ച് വേണമെങ്കിൽ 25,000 കുഞ്ഞുങ്ങൾ എത്രയാണെന്ന് ഒന്ന് പൂച്ച് നോക്കി. 25,000 30,000 കുഞ്ഞുങ്ങൾ വേണം. അത് വലിയ കുഴിയായത്. അപ്പോൾ അതൊന്നും നമുക്ക് ഇതുവരെ സർക്കാരിനൊന്നും ആയിട്ടില്ല. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്ന സംഭവം കേട്ടോ. ചെയ്യാൻ പോകുന്നു ഒന്നും ആയിട്ടില്ല. കാരണം ഇനിയിപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ ജോർജി സാറൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാത്രം പറയുകയാണ്. അത് എപ്പോഴും പറയേണ്ട വീഡിയോ ആണെന്ന് അറിയാമല്ലോ. എന്നാലും പ്രത്യേകമാണ് ജോർജി സാറേ, രാജു സാറേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ സ്നേഹിക്കണം. അല്ലേ അല്ലേണ? അവിടെ കണ്ടല്ലോ
പണി നിർത്താണ്. ഇന്ന് ഞാൻ കുഴഞ്ഞ് ഇനിയിപ്പോൾ നാളെ വരുമ്പോഴത്തേക്കും അടുത്ത വല കെട്ടണം. പിന്നീട് ആകുമ്പോൾ മീൻ ഇടുന്നതെല്ലാം കാണിക്കും കേട്ടോ. ഓക്കെ, പറയാനില്ല, ഒന്നും പറയണ്ട. നമ്മൾ തുടങ്ങാൻ പോകുന്നു. ആ ഇഷ്ടമുണ്ട്. വല ഗ്യാപ്പാ അല്ല വ്യാസം കുറവാണോ? ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ അകത്തൊന്നും കയറി അടിക്കാം, അങ്ങോട്ട് അടിക്കാം, അടിക്കുക.